open stars when I got you. In your arms, cover scars like a tattoo. Rescued me and put back all the pieces. How did I miss the times that you came through? When every glance was a chance I was blind to. Now I see you're everything I needed. I love you, Lord. Oh, your mercy never fails me. All my days I've been held in your hands. From the moment that I wake up until I lay my head, I will sing of the goodness of God. All my life you have been faithful. All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. I love your voice. You have led me through the fire in darkest nights. You are close like no other. I've known you as a father. I've known you as a friend. And I have lived in the goodness of God. Oh yes. And all my life you have been faithful. Oh, all my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. Oh yes. And your goodness is running after, it's running after me. Your goodness is running after, it's running after me. With my life laid down, I surrender now. I give you everything. Your goodness is running after, it's running after me. And all my life you have been faithful. All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. I will sing of the goodness of God. കാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഭൗമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും.
ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൂടി ഉയർത്തും യഹോവ. നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ യഹോവ. തന്റെ അഭിഷേകത്തിനെ രക്ഷിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗ്ഗത്തിൽ നിന്ന് തന്റെ വലങ്കൈയുടെ രക്ഷകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമറിയും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുഞ്ഞിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമറിയണമേ. ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം, തലകൾ ഉറക്കാം. പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കർത്താവ് നൽകി കൊടുത്തു. വിവിധയിടങ്ങളിൽ വർഷങ്ങൾ കർത്താവിന്റെ പേരുകളുടെ ബന്ധത്തിൽ അനേക വാസനകളിൽ താമസിച്ച് അനേക ദൈവമക്കളെ ശുശ്രൂഷിക്കാൻ അനേകരെ ദൈവരാജ്യത്തിനായി ഒരുക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ കുടുംബമായിട്ട് ദൈവം ഈ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ, ഈ സഭയുടെ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർക്ക് ധാരാളമായി 2 തലമുറകളെ ദൈവം കൊടുത്തുവല്ലോ. മൂത്ത പൈതൽ വാത്സല്യയുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കാൻ ദൈവിക അനുഗ്രഹത്തിനായിട്ട് നമ്മൾ ദൈവസന്നിധാനത്തിൽ നിൽക്കുകയാണോ? പ്രിയ പൈതലിന്റെ ജനനം മുതൽ ഈ സമയം വരെയും ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ബാലാരിഷ്ടങ്ങളെല്ലാം പ്രിയ പൈതലിനെ വിടുവിച്ചു. അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം ദൈവം നൽകി കൊടുത്തു. ശ്രേഷ്ഠമേറിയ ജോലി കർത്താവ് നൽകി കൊടുത്തല്ലോ. ഇന്നയോളം ദൈവം പരിപാലിച്ചു. പ്രിയപ്പെട്ടവർ വളരെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കുഞ്ഞിന് തക്കതായ ഒരു വിശ്രാമം, തക്കതായ ഒരു തുണയെ ദൈവമായ കർത്താവ് കൊടുക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ സമയമായപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിന്റെ ദൈവം ഇടയായിരിക്കുന്നല്ലോ. ഇന്ന് വാത്സല്യ പൈതലിന്റെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ പൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സമയത്തിലേക്ക്, ദിവസത്തിലേക്കാണല്ലോ കടക്കുന്നത്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഭകൾ, പ്രത്യേകിച്ച് ബന്ധുമിത്രാദികൾ, ചാർട്ടക്കാർ, സ്നേഹിതരായ നാം എല്ലാവരും വളരെ സന്തോഷിക്കുന്ന, അതിനെല്ലുപരി ദൈവം എത്രത്തോളം നടത്തിയ ദൈവത്തിന്റെ എല്ലാ കൃപകളെയും മുഖാന്തരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നമ്മുടെ കണ്ണുകളെല്ലാം അടച്ച് ഒരു നിമിഷം ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി, വാത്സല്യ പൈതലിന്റെ കുടുംബ ജീവിതത്തിനായി, കർത്തൃദാസന്റെ കുടുംബത്തിന്റെ, വാത്സല്യ പൈതലിന്റെ സഹോദരി ലിസിയുടെ ഒക്കെ ആത്മീയ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിപ്പാൻ, അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധാനത്തിന് ഒരല്പ നിമിഷം സ്തോത്രം ചെയ്യാം. ഇന്ന് അനേകർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യ പദവിയാണ് വാത്സല്യ ഭവനത്തിന് ദൈവം നൽകിയത്. അനേക കുഞ്ഞുങ്ങൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുത്ത് പോകുമ്പോൾ ദൈവഹിത പ്രകാരം, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ താല്പര്യപ്രകാരം ഒക്കെ പൈതൽ അതിന് പ്രാർത്ഥനയോടെ ജീവിതത്തിന്റെ സുപ്രധാന തീരുമാനമെടുപ്പാൻ ദൈവടയാക്കിയല്ലോ. അവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. നമ്മൾ കടന്നു പോകുന്ന യാത്രകളിൽ ആപത്തുകൾ, അനർത്ഥങ്ങളും കൂടാതെ ദൈവം പരിപാലിക്കട്ടെ. കൃത്യസമയത്തോടെ എത്തുവാൻ ദൈവം നമുക്ക് ഇടയാകട്ടെ. ഈ പൈതലായി വാത്സല്യ മോനെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്യാം. അവരും യാത്ര ചെയ്ത് കൃത്യസമയത്തോടെ എത്തുവാൻ തക്കവണ്ണം ഇത് നിമിത്തം ആർക്കും ഒരു ആപത്തോ പ്രയാസങ്ങളോ ഒരു നഷ്ടമോ കഷ്ടമോ വരാതെ ദൈവം നമ്മെല്ലാവരും പരിപാലിപ്പാനായി. നാം എല്ലാവരും ദൈവമക്കളാണല്ലോ. അല്പനിമിഷം കണ്ണുകൾ അടച്ച് ഇന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹത്തിനായി, ദൈവത്തിന്റെ ദൈവം പകരേണ്ടതിനായി നമുക്ക് നന്ദിയോടെ ദൈവസഭയെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനാ നിരതരായി ദൈവസന്നിധാനത്തിൽ പ്രാരംഭമായി കർത്താവിന്റെ ദാസൻ ബിനോയ് ജോസഫ് ദാസൻ സ്നേഹാസമനായ നമ്മുടെ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വലിയ സമയത്തിനാണ് ഞങ്ങൾ സ്തുതിക്കുകയാണ്. പ്രിയ ഈ സംഭാഷണത്തെ സഹോദരങ്ങളുടെ കർത്താവെ കർത്താവെ അതിൽ നടക്കുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം കർത്താവെ ആലയം പകരുന്നതിനാണ് ഞങ്ങൾ സ്തുതിക്കുകയാണ്. കർത്താവെ കുഞ്ഞ് ഹാലിയ ജനിച്ചോട്ട് കർത്താവിന്റെ വലിയ സാന്നിധ്യം കൃപയും അടുത്തുണ്ടായിരുന്നു. കർത്താവെ മടുക്കമാന്യമായ ഹാലിയ സ്തോത്രം, വിദ്യാഭ്യാസം, സൗന്ദര്യം, കർത്താവെ ഹാലദിയാസനും അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാര്, കർത്താവെ ഹാലദിയ സ്തോത്രം ദൈവകൃപയോടെ മണ്ണ് ജീവിക്കാൻ തക്കവണ്ണയായി ഹാലദിയ മാതാപിതാക്കന്മാർ കേട്ടിട്ട് ഹാലദിയാസനം വിലയേറിയ ദൈവകൃപ അനുഭവിപ്പാൻ കർത്താവുകളുടെ ജീവിതത്തെ കുറിച്ച് എല്ലാ ഭാഗ്യപദങ്ങൾക്കുമാണ് ഞങ്ങൾക്ക് സ്തുതിക്കുകയാണ്. മാന്യമായി പുതിയ വർഷവും മാന്യമായി ജോലിയും കൊടുത്തു. അതിനായിട്ട് ഞങ്ങൾക്ക് സ്തുതിക്കുകയാണ്. കർത്താവെ തക്ക സമയമായപ്പോൾ ദൈവത്തിന്റെ പാതപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയ ജീവിത പങ്കാളിക്കാൻ ഞങ്ങളെ സ്തുതിക്കുകയാണ്. കർത്താവ് അതിൻ്റെ കടന്നു പോകുമ്പോൾ വലിയൊരു സാന്നിധ്യത്താൽമകളെ നിറയ്ക്കണമേ. അതോടൊപ്പം തന്നെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നടക്കുന്ന എല്ലാ സ്തോത്രം, എല്ലാ ശുശ്രൂഷകളെയും ദൈവത്തിന്റെ കൃപ കൂടിയിരുന്ന് സഹായിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ വഴിയാത്രകൾ ദൈവ സാന്നിധ്യം കൂടിയിരിക്കണമേ. വാഹനങ്ങളിലൂടെ കൂടെ ദൈവ സാന്നിധ്യം കൂടിയിരിക്കണമേ. തന്റെ സമയത്ത് അവിടെ എത്തിച്ചേരുവാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്.
കർത്താവിന്റെ കുടുംബജീവിതത്തെ വാസ്തവമായിട്ട് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം അനുഗ്രഹിച്ച ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ മണ്ണിലൂടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ സ്തോത്രത്തോടെ കൂടി ഇരിക്കുന്ന പ്രാർത്ഥിക്കുകയാണ്. അവർ കൊടുക്കുന്ന കുടുംബജീവിതത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നല്ലോ വിലപ്പെട്ട ദൈവ സ്ഥാനത്തിൽ കൂടി ഇരുന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കുടുംബമായിട്ട് പ്രിയപ്പെട്ടവരെ സഹായിച്ചാണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം കൊടുക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ആരോഗ്യമായിട്ട് നിങ്ങൾ അങ്ങനെ സ്തുതിക്കുകയാണ് കർത്താവേ. ദൈവസേനയുടെ വായ്പ സമർപ്പിക്കുന്നു. എല്ലാ യേശുനാമത്തിലൂടെ കേൾക്കണമേ. പ്രാർത്ഥിക്കാം. നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. സ്വർഗത്തിലെ സകല കുടുംബങ്ങൾക്കും വേർവരുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹവും വിലയേറിയവും ധന്യവുമായ ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങയുടെ വിലപ്പെട്ട ദാസൻ ബിജുസായി തന്റെ പ്രിയപ്പെട്ട മകൾ സിസ്റ്റർക്കായി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ദൈവമക്കൾ നൽകിക്കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അവരെ ആഗ്രഹങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതിൽ ചെയ്തെടുപ്പാതൊക്കെ ദൈവമൊക്കെ കൃപ കൊടുത്തു. ദൈവയുടെ കുടുംബജീവിതത്തെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. മൂത്ത പൈതൽ വാത്സല്യ ബിൻസിക്കായി ഞങ്ങൾ കർത്താവിനോട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് പ്രിയപൈതന്റെ ദൈവം കണ്ടത് അവളുടെ ചെറിയ പ്രായത്തിൽ ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നല്ലോ. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സഹായം ഉണ്ടായിരുന്നതിനായി അനുഗ്രഹിക്കപ്പെടുന്ന നല്ല ജോലി കർത്താവ് കൊടുത്തതിനായി പരിശുദ്ധ പിതാവേ, തക്കതായ ഒരു കൃപയെ നീ ഒരുക്കി കൊടുത്തല്ലോ. വാത്സല്യ പൈതലിന്റെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ദൈവദാസന്മാരായ ഞങ്ങളെല്ലാവരും ചേർന്ന് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ ക്ഷണിക്കപ്പെട്ട ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ കരങ്ങൾ പ്രിയ പൈതലിന്റെ തലയിൽ വെച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ യാത്രയിൽ വാഹനങ്ങളെ ദൈവം സൂക്ഷിക്കണമേ. തുടർന്നുള്ള എൻഗേജ്മെന്റ് ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കണമേ. പ്രിയപൈതങ്ങളുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കൃപയുടെ മറക്കണം. അവ എല്ലാ നന്മകളാലും നിറയ്ക്കണം. ആവശ്യം എല്ലാ ശാരീരികവും മാനസികവും എല്ലാ ബലവും ശക്തിയും കൊടുത്ത് ദൈവം അനുഗ്രഹിക്കാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സഹോദരി അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളൊക്കെ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഇങ്ങനെ ഒരു അവസരം ദൈവം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയിലൂടെ നീളം പോകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകുന്നു. ഇതിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ശുശ്രൂഷകളെ എല്ലാം അനുഗ്രഹിക്കണം. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന ദൈവകൃപയ്ക്കായി സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് മുതൽ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. പൈതങ്ങളുടെ ജീവിതത്തോടും ഭാവിയോടും കൂടെ ദൈവസാന്നിധ്യം വിധിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ പ്രിയ ദൈവത്തിന് അനുഗ്രഹിക്കുന്നതുമാണ്. നാം എല്ലാവരും നടക്കുന്ന ശുശ്രൂഷയോടൊപ്പം വാത്സല്യ കുട്ടികളുടെ ഭാവി ജീവിതത്തിലേക്കും നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ ഉണ്ടായിരിക്കും. ഈ പകൽ നൽകിയ കർത്താവിന്റെ സ്തോത്രം. Satisfaction of Him. If you don't endure the pain and put in the effort, you will not be able to achieve these things. You have heard much preaching, but even if you've heard, it does not mean the words are yours. You must absorb them, transform them into something that belongs to you. From the belief of God, if you know it as the greatest thing in life, more important than what you may eat or drink, what you may wear or anything else on
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവാനിതാ. ഇന്നു ദൈവമക്കളെല്ലാവരും ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു നിമിഷം ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ചുമതലപ്പെട്ടവർ ക്ഷണിച്ചതനുസരിച്ച് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു നമുക്ക് ഏവർക്കും ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കൂടി വരുവാൻ സർവശക്തനായ ദൈവം തന്നെ ഇടയാക്കി തീർത്ത എല്ലാ കൃപകളെ ഓർത്തുകൊണ്ട് അല്പസമയം വേണ്ടി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ നിന്നും മറ്റും വിവിധ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ പുറപ്പെട്ടതായ സമയം മുതൽ വഴികളിൽ വാഹനങ്ങളിൽ സൂക്ഷിച്ച് ദാഹത്തോടെ തക്ക സമയത്ത് സ്ഥലത്ത് വന്നു ചേർത്തക്കവണ്ണം വഴികളിൽ കാത്തു സൂക്ഷിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ സൂക്ഷിച്ച എല്ലാ വിധങ്ങളെയും ഓർത്തുകൊണ്ട് വേണ്ടി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇന്നേ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് ദൈവസാന്നിധ്യത്തിൽ മറവിൽ നിന്നുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ചുറപ്പിക്കേണ്ടതായിട്ടാണല്ലോ നാം എല്ലാം കൂടി വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മറവിൽ നിന്നുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ചുറപ്പിക്കേണ്ട വിഷയങ്ങളെല്ലാം ആലോചിച്ച് തീരുമാനിച്ചുറപ്പിക്കുവാൻ ദൈവം കൃപ തന്ന് സഹായിക്കണമെന്നായി ചേർന്നുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. 2-3 പേർ എന്റെ നാമത്തിൽ അവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നു വരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് സകലവിധമാകുന്ന ദൂതഗണങ്ങളുടെ അകമ്പടിയോടെ എല്ലാവിധമാകുന്ന അനുഗ്രഹങ്ങളുമായി നമ്മുടെ മധ്യമുണ്ട്. അതിനാൽ ഒരു നിമിഷം വേണ്ടി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഖാനാവിലെ കല്യാണ ഭവനത്തിൽ ചെന്ന് എല്ലാ കുറവുകളും നികത്തി എല്ലാം അനുഗ്രഹപൂർണ്ണമാക്കി തീർത്തതുപോലെ സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ മധ്യമുള്ളതായ എല്ലാ കുറവുകളും നികത്തി എല്ലാം അനുഗ്രഹപൂർണ്ണമാക്കി തീർത്ത് തന്ന് തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കൂടി വരുമ്പോൾ ദൈവനാമ മഹത്വത്തിന് കാരണമാക്കി തീർക്കുന്നതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ആത്മീകമായി നമ്മുടെ ആത്മമണവാളനായിരിക്കുന്ന കർത്താവും
വെളിപ്പെടുവാനുള്ള സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. താൻ വെളിപ്പെടുന്ന സുദിനത്തിൽ തന്നോടുകൂടെ ചേർത്ത് കൊള്ളപ്പെടുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് തന്നെ പ്രസാദിപ്പിച്ച് നാൾതോറും മുൻപോട്ട് പോകേണ്ടത് പോലെ പോകുവാൻ സർവശക്തനായ ദൈവം തന്നെ ഇടയാക്കി തീർത്ത് ആ നിലയിൽ പ്രവർത്തിച്ച് തന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിനായ ഒരു നിമിഷം വേണ്ടി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹവും വിലയേറിയതുമായ നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഈ ഓഡിറ്റോറിയത്തിൻ്റെ കീഴിൽ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ കൂടി വരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ തന്നു. രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ച് യാത്ര ആരംഭിച്ചു. സുഖത്തോടെ ക്ഷേമത്തോടെ ഇവിടെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായി സ്തോത്രം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയ്ക്ക് നിയന്ത്രിക്കുന്ന കർത്തൃദാസന്മാരെ ദൈവിക അഭിഷേകം കൊണ്ട് ദൈവം നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ നിശ്ചയത്തിൽ കൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കണം. അവരുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം. അവരെ ഒരുക്കി ദൈവസന്നിധാനത്തിൽ കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഇരു സഭകളിലെ നടത്തിപ്പുകാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷകളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്തോത്രം, സ്തോത്രം. ചുമതലപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്ന് നമ്മയെല്ലാം ക്ഷണിച്ചു വരുത്തിയത് എന്തിനാണെന്നുള്ളത് പൊതുവിൽ അറിയിക്കണമെന്ന് വിശേഷാൽ ഓർമ്മിക്കുകയാണ്. സ്തോത്രം. ചുമതലപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്ന് നമ്മയെല്ലാം ക്ഷണിച്ചു വരുത്തിയത് എന്തിനാണെന്നുള്ളത് പൊതുവിൽ അറിയിക്കണമെന്ന് വിശേഷാൽ ഓർമ്മിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പോൽക്കാലം ദൈവങ്ങളോടും വിശുദ്ധന്മാരുടെയും ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് നമ്മളോടെ കൂടി വന്നിരിക്കുന്നത് എൻ്റെ പ്രിയ മകൻ പോളിൻ്റെയും കൊട്ടാരക്കര കളിക്കൽ വീട്ടിൽ ബിജു തോമസിൻ്റെയും ലിസിയുടെയും മകൾ ബിൻസിയുമായുള്ള വിവാഹ നിശ്ചയമാണ്. വിവാഹ നിശ്ചയം നടത്തുന്നതിലേക്ക് വേണ്ടിയാണ് നമ്മളോട് കൂടി വന്നിരിക്കുന്നത്. ആ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും വിശുദ്ധന്മാരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. വിശേഷാൽ ബിൻസിയുടെ ഭാഗത്തു നിന്ന് കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികളോടും ചർച്ചക്കാരോടും കർത്തൃ ശുശ്രൂഷകരോടും ഉള്ള നന്ദി കടപ്പാടും അറിയിക്കുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങൾ ദൈവനാമം നടക്കണം. 29-ാം തീയതി ആണ് ഇവരുടെ വിവാഹം കൊട്ടാരക്കര നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ആയിരം എല്ലാവരും പ്രാർത്ഥന ചോദിക്കുന്നു. സ്തോത്രം. ബ്രദർ എൽദോസിന്റെ മകൻ പോൾ പി എൽദോസിന് വേണ്ടി കൊട്ടാരക്കര കുളക്കട ഭാഗത്ത് കളീക്കൽ വീട്ടിൽ പാസ്റ്റർ ബിജു സാമിന്റെ മകളും കുളക്കട ചർച്ച് ഓഫ് ഗോഡ് സഭാംഗവുമായ ബിൻസി ശാമുവേൽ ബിജുവിന് വേണ്ടി ഒരു വിവാഹം സംബന്ധിച്ചുള്ളതായ ഒരു ധാരണയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനായിട്ടാണ് നമ്മയെല്ലാം ക്ഷണിച്ചു വരുത്തിയത് എന്ന് ചുമതലപ്പെട്ടവർ അത് അറിയിക്കുകയുണ്ടായി. കുളക്കട ഭാഗത്തു നിന്ന് വന്നവർക്ക് ഇപ്പോൾ ഏതെങ്കിലും അറിയിക്കാനുണ്ടോ? അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സാധാരണയായിട്ട് നിയുക്ത വധൂവരന്മാരെ പൊതുവിൽ കാണിക്കുന്നതായ ഒരു ചടങ്ങ് നമുക്ക് മുൻപിലുണ്ട്. സാധാരണ വന്നിരിക്കുന്നവരാണ് അത് പറയേണ്ടത്. എന്നിരുന്നാലും എല്ലാവരും വിഷമിപ്പിക്കാതിരിക്കണമെന്ന് ഞാൻ തന്നെ അങ്ങ് പറയുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നിയുക്ത വധു സിസ്റ്റർ ബിൻസി ശാമുവേൽ ബിജു സ്റ്റേജിലേക്ക് വന്നു ചേരണമെന്ന് വിശേഷാൽ ഓർമ്മിപ്പിക്കുന്നു. കൂടെ മാതാപിതാക്കന്മാരും വരുന്നതിൽ വിരോധമില്ല. ഇതാണ് നിയുക്ത വധു ബിൻസി ശാമുവേൽ ബിജു. ഇരു സൈഡിലുമായിട്ടും മാതാപിതാക്കന്മാർ നിൽക്കുന്നു. അത്യാവശ്യമായി ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അല്പസമയം മുൻപിലുണ്ടെന്ന് ഓർപ്പിക്കുകയാണ്. ചോദിക്കാനും പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ എല്ലാം ചോദിച്ചു പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട്
ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലെന്ന് മൗനമായിരിക്കുന്നതിനാൽ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം എല്ലാവരും കണ്ടല്ലോ, കണ്ടു. ശരി, എന്നാൽ നിങ്ങൾ അവിടെ ഇരിക്കും. അടുത്തതായിട്ട് നിയുക്ത വരൻ പോൾ പി എൽദോസ് മാതാപിതാക്കന്മാരുമായിട്ട് സ്റ്റേജിലേക്ക് വരാമെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. മധ്യഭാഗത്ത് നിൽക്കുന്ന ആളാണ് നിയുക്ത വരൻ പോൾ പി എൽദോസ്. ഇരു സൈഡിലുമായിട്ട് മാതാപിതാക്കന്മാർ നിൽക്കുന്നു. അത്യാവശ്യമായി മുൻപേ പറഞ്ഞതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അല്പസമയം മുൻപിലുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. സ്തോത്രം. നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും മൗനമായിരിക്കുന്നത് കൊണ്ട് നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം എല്ലാവരും കണ്ടല്ലോ പൊതുവെ. ശരി, നിങ്ങളും. അടുത്തത് പോൾ പി എൽദോസിൻ്റെയും ബിൻസി ഷാമുവേൽ ബിജുവിൻ്റെയും വിവാഹം എവിടെ വെച്ച് എപ്പോൾ നടത്താനാണ് നിങ്ങൾ ധാരണയിലെത്തിയിരിക്കുന്നത് എന്നുള്ള വിഷയം കൊട്ടാരക്കര ഭാഗത്ത് അഥവാ കുളക്കട ഭാഗത്തു നിന്ന് വന്നതായ ചുമതലപ്പെട്ടവർ നിങ്ങൾ ധാരണയിലെത്തിയിരിക്കുന്നതായ വിഷയം മുൻപോട്ട് കടന്നു വന്ന് ചുമതലപ്പെട്ടവർ അറിയിച്ചാൽ നന്നായിരിക്കുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രസ്തുത വിവാഹം 2025 മെയ് 29 തീയതിയിൽ മുളക്കുഴയുള്ള ചർച്ച് ഓഫ് ഗോഡിൻ്റെ സിയോൻ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് 10:30 ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്തോത്രം. പരുത്തുംകുഴിയിൽ വീട്ടിൽ എൽദോസ് പിയുടെ മകൻ വടാട്ടുപാറ ദീപന്തോസ് മിഷൻ സഭാ വിശ്വാസിയുമായ പോൾ പി എൽദോസും കുളക്കട കളീക്കൽ വീട്ടിൽ പാസ്റ്റർ ബിജു സ്വാമിൻ്റെ മകളും കുളക്കട ചർച്ച് ഓഫ് ഗോഡ് സ്വഭാവവുമായ ബിൻസി ഷാമുവേൽ ബിജുവും തമ്മിലുള്ള വിവാഹം ദൈവേഷ്ടമായാൽ മെയ് മാസം 29-ാം തീയതി വ്യാഴാഴ്ച മുളക്കുഴ മൗണ്ട് സിയോൻ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് വിവാഹ ശുശ്രൂഷ നടത്തുവാനാണ് അവർ ഒരു ധാരണയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ഇപ്പോൾ ഓർപ്പിക്കുകയുണ്ടായല്ലോ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മുളക്കുഴ മൗണ്ട് സിയോൻ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് അത് ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ചുമതലയിൽ നടത്താൻ ആഗ്രഹിക്കുന്നതായ വിവാഹ ശുശ്രൂഷ, അതിന് സമയം മെയ് മാസം 29-ാം തീയതി. ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വടാട്ടുപാറ ഭാഗത്തു നിന്നുള്ളതായ ചുമതലപ്പെട്ടവർക്ക് കൂടി വന്നിരിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ പൊതുവിൽ അറിയിക്കാവുന്നതാണ്. മെയ് മാസം 29-ാം തീയതി മുളക്കുഴ മൗണ്ട് സിയോൻ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ചുമതലയിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നതായ വിവാഹ ശുശ്രൂഷ നടത്തുന്നതിന് ഏതെങ്കിലും സമയവ്യത്യാസങ്ങളോ മറ്റേതെങ്കിലും തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ അറിയിക്കാവുന്നതാണ്. പൊതുവെ എല്ലാവരും ശരി. അങ്ങനെയാണെങ്കിൽ ഇപ്രകാരം ദൈവകൃപയിൽ ആശ്രയിച്ച് ഓർപ്പിക്കട്ടെ. വടാട്ടുപാറ ദീപന്തോസ് മിഷൻ സഭാ വിശ്വാസിയും പരുത്തുംകുഴിയിൽ വീട്ടിൽ ബ്രദർ എൽദോസ് പിയുടെ മകൻ പോൾ പി എൽദോസും കുളക്കട കളീക്കൽ വീട്ടിൽ പാസ്റ്റർ ബിജു സ്വാമിൻ്റെ മകളും കുളക്കട ചർച്ച് ഓഫ് ഗോഡ് സ്വഭാവവുമായ ബിൻസി ഷാമുവേൽ അജിയും തമ്മിലുള്ള വിവാഹം ദൈവേഷ്ടമായാൽ 2025 മെയ് മാസം 29-ാം തീയതി വ്യാഴാഴ്ച മുളക്കുഴ മൗണ്ട് സിയോൻ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് വിവാഹ ശുശ്രൂഷ നടത്തുവാൻ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഇപ്പോൾ പറഞ്ഞതായ വിഷയങ്ങളെല്ലാം ഒരല്പ സമയലാഭത്തിന് വേണ്ടി
മുൻകൂട്ടി ഒന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പൊതുവിൽ വായിക്കുവാൻ പോവുകയാണ്. അതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ളതായ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ക്രമപ്പെടുത്താവുന്നതാണ്. സ്തോത്രം. ഇപ്പോൾ അത് വായിക്കുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. വിവാഹ ലക്ഷ്യ പത്രിക എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ കുട്ടമ്പുഴ പഞ്ചായത്തിൽ വടാട്ടുപാറ POയിൽ പത്തുംപുഴയിൽ വീട്ടിൽ ശ്രീമാൻ എൽദോസ് EP.യുടെയും ശ്രീമതി മേരി എൽദോസിൻ്റെയും മകനും വടാട്ടുപാറ ദി ബെന്തേകോസ്തി മിഷൻ സഭാ വിശ്വാസിയുമായ പോൾ P. എൽദോസും കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ പുഴക്കട പഞ്ചായത്തിൽ പുഴക്കട POയിൽ കഴിയക്കൽ വീട്ടിൽ ശ്രീമാൻ ബിജു സ്വാമിയുടെയും ശ്രീമതി ആലിസ് ബിജുവിൻ്റെയും മകളും പുഴക്കട ചർച്ച് ഓഫ് ഗോഡ് സഭാ വിശ്വാസിയുമായ ബിൻസി സാമുവേൽ ബിജുവും തമ്മിലുള്ള വിവാഹം ദൈവേഷ്ടമായ 2025 മെയ് മാസം 29-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10:30 മണിക്ക് മുഴക്കുഴ മൗണ്ട് സിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുവാൻ ഇരു സഭയും വേണ്ടപ്പെട്ടവരും ചേർന്ന് ആലോചിച്ച് കർത്താവിൽ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ ഇരു സൈഡിലും എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഭേദഗതികൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചുമതലപ്പെട്ടവരെ അറിയിച്ചാൽ, ഏതെങ്കിലും തെറ്റുകൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭേദഗതികൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ചുമതലപ്പെട്ടവരെ അറിയിച്ചാൽ അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിയുക്ത വധുവരന്മാരെ മുൻപോട്ട് കടന്നു വന്ന് ഇതിൽ സൈൻ ചെയ്യണമെന്നുള്ള കാര്യവും പ്രത്യേകം ഓർമ്മിക്കുന്നു. ശരി. ശ്രദ്ധിക്കണം. മുൻപേ വായിച്ചതായ കുറിയിൽ നിയുക്ത വധൂവരന്മാരും രക്ഷകർത്താക്കളും സഭാപ്രതിനിധികളും സൈൻ ചെയ്യുകയുണ്ടായി. സൈൻ ചെയ്തതായ രേഖയെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ചുമതലപ്പെട്ടവർ കൈമാറുവാൻ ഞാൻ നിൽക്കുന്നു. സ്തോത്രം. ഇപ്പോൾ ഇവിടെ നടക്കേണ്ടിയിരിക്കുന്നതായ ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചതായ വിഷയങ്ങൾ രേഖപ്പെടുത്തിയതായ കുറി ചുമതലപ്പെട്ടവർ അത് തമ്മിൽ കൈമാറ്റം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ കൈമാറുവാനും ഇടയാക്കി തീർക്കും. ഇനിയും ആ കുറിയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം മെയ് മാസം 2025 മെയ് മാസം 29-ാം തീയതി സർവശക്തനായ ദൈവത്താൽ തന്നെ നടത്തപ്പെടുവാൻ ഇടയാക്കി തീർക്കേണ്ടതിന് സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അടുത്ത വിഷയം. പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഒരു 10 വാക്ക്. ദൈവനാമത്തിന് മഹത്വം. ബ്രദർ
പോൾ പി എൽദോസിന്റെയും സിസ്റ്റർ ബിൻസി ശാമുവൽ ബിജുവിന്റെയും വിവാഹം ദൈവയിഷ്ടമായ 2025 മെയ് മാസം 29-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10:30 മണിക്ക് മുളക്കുഴ മൗണ്ട് സയൻ കൺവെൻഷൻ സെന്ററിൽ വെച്ച് അതേ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ചുമതലയിൽ നടത്താമെന്ന് തീരുമാനിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആ വിഷയങ്ങൾ രേഖപ്പെടുത്തതായ കൈമാറുവാൻ ഇടയാക്കി തീർത്തു. സർവശക്തനായ ദൈവം ആ രാജമോതിരം കൊണ്ടും രാജ നാമത്തിൽ എഴുതുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആരാലും കഴിയുന്നതല്ല എന്ന വചനപ്രകാരം ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം സർവശക്തനായ ദൈവം തന്നെ തക്ക സമയത്ത് നടത്തി പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം തന്നെ കൂട്ടി യോജിപ്പിച്ച് അവരുടെ ഭാവി അത്രയും അനുഗ്രഹകരമായി തീരുവാനും ഇരു കുടുംബങ്ങളുടെയും ബന്ധം കർത്താവിന്റെ വരവ് വരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുവാനും സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സമയം പറയാൻ പറ്റാത്തതായ ഒരു വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാൻ പോകുന്നു. 66 പുസ്തകങ്ങൾ അടങ്ങിയതായ സത്യവേദ പുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമായിരിക്കുന്നതായ വെളിപ്പാട് പുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നാം സന്തോഷിച്ചുല്ലസിച്ച് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. ഒരുപാട് വിവാഹങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അക്ഷരികമായി ചിന്തിച്ചാൽ കുഞ്ഞാടിനൊരു വിവാഹമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് നമുക്ക് പറയുവാനുള്ളതായ മറുപടി? അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം നാം പരിശോധിച്ചാൽ വ്യക്തമായും പരോക്ഷമായും 30-ലധികം പ്രാവശ്യം നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ കുഞ്ഞാട് എന്ന് ചിത്രീകരിച്ചിരിക്കുന്നതായി പഠിപ്പാനിടയായി തീരുന്നു. സ്തോത്രം. അതെ, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും മാനസാന്തര സ്നാനം നടത്തുകയും ചെയ്തിരുന്നതായ സ്നാപക യോഹന്നാന്റെ അടുക്കിലേക്ക് സകലത്തിന്റെയും സൃഷ്ടാവും സകലത്തിന്റെയും ഉടയവനുമായിരിക്കുന്ന കർത്താവായ ഈശോ മിശിഹ ലോകത്തിലേക്ക് താണിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ദൈവിക പദ്ധതിയുടെ പ്ലാനുകൾ തയ്യാറാക്കി, അല്ലെങ്കിൽ പ്ലാൻ അനുസരിച്ച് സ്നാനം സ്വീകരിക്കേണ്ടതിന് വേണ്ടി തന്റെ അടുക്കലേക്ക് മന്നം താൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ സ്നാപകയോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയെങ്കിൽ അലങ്കാര ഭാഷയിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരമായി വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇപ്രകാരം ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. ഈ യുഗത്തിൽ നടക്കേണ്ടിയിരിക്കുന്ന ഏറ്റവും അതിപ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈശോ മിശിഹായുടെ മടങ്ങിവരവ് എന്നുള്ളത്. താൻ എത്രയും പെട്ടെന്ന് വെളിപ്പെടും. താൻ വെളിപ്പെടുമ്പോൾ തന്നോടുകൂടെ ചേർത്ത് കൊള്ളപ്പെടുവാൻ തക്കവണ്ണം പ്രാപ്തരായി തീരേണ്ടതിന് തന്റെ ആലോചന അനുസരിച്ച് മുൻപോട്ട് പോകണമേ എന്നാണ് ഈ പകൽക്കാലം എനിക്ക് ഓർപ്പിപ്പാനുള്ളത്. ഇസ്രായേൽ മക്കളോടുള്ളതായ ബന്ധത്തിൽ സകല ജാതികളുടെ ഇടയിൽ നിന്നും ഇസ്രായേലിനെ സർവശക്തനായ ദൈവം തനിക്കായി വേർതിരിച്ചു. സകല ജാതികളുടെ ഇടയിൽ താൻ ഉണ്ടാക്കുവാനുള്ളതായ അല്ലെങ്കിൽ മനോഹരമായ നിലയിൽ പുകഴ്ചയ്ക്കും മാനത്തിനും കീർത്തിക്കുമായിട്ട് ഉന്നതമാക്കേണ്ടതിന് ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തോട് വാക്കുകൊടുത്തു. ദൈവനാമത്തിന് മഹത്വം. ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് പഠിപ്പാൻ കഴിയുന്നുണ്ട്. വാക്കുകൊടുത്തു. ആ വാക്കിന് പ്രകാരം ഒരു കച്ച മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ സർവശക്തനായ ദൈവം ഇസ്രായേലിനെ പറ്റിയിരിക്കുമാറാക്കി അവർക്ക് പുരോഹിതന്മാരെയും ആലയവും നിയമങ്ങളും ഏതെല്ലാം കൊടുക്കാമോ അതെല്ലാം കൊടുത്ത് സകല ജാതികൾക്കും മീതെ ശിരോജാതിയായിട്ട് അവരെ ദൈവം ഉയർത്തി. എന്നാൽ ആ നിലയിൽ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച് ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് അവർ അകന്നകന്നു പോകുവാനിടയായി തീർന്നു. അകന്നു പോയപ്പോൾ തന്റെ ദാസന്മാരെ സകല ജാഗ്രതയോടുകൂടെ അവരുടെ അടുക്കലേക്ക് അയച്ചു. നിങ്ങൾ മടങ്ങി വരയണം, നിങ്ങൾ ആദ്യ അനുഭവത്തിൽ നിലനിൽക്കണമെന്നൊക്കെ ഓർപ്പിച്ചു. എന്നാൽ അതനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ഇഷ്ടപ്പെടാതെ അവർ അവരുടേതായ വഴികളിൽ നടന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ നീക്കിക്കളഞ്ഞിട്ട് മറ്റൊരു വിഭാഗത്തെ തേടി സ്വർഗത്തിന്റെ മണിമകുടമായിരുന്ന കർത്താവായ ഈശോ മിശിഹ പാപം മുഖാന്തരം അകന്നുപോയ മനുഷ്യവർഗത്തെ തേടി ലോകത്തിലേക്ക് താണിറങ്ങി വരികയും പാപം മുഖാന്തരം അകന്നുപോയ മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി പാപ പരിഹാരാർത്ഥത്തിന് വേണ്ടി കാൽവരിയിൽ യാഗമായി തീരുകയും ചെയ്തു. നമ്മുടെ പാപത്തെയും ശാപത്തെയും രോഗത്തെയും വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമായി തീർന്ന ഈശോ മിശിഹ
മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപേ ഇപ്രകാരം അറിയിച്ചു, അതേ പോയതുപോലെ തന്നെ താൻ വീണ്ടും വരും. ദൈവനാമത്തിന് മഹത്വം. താൻ വെളിപ്പെടുന്ന സുദിനത്തിൽ തന്നോടുകൂടെ ചേർത്തുകൊള്ളപ്പെടുവാൻ പ്രാപ്തരായി തീരണമെന്ന് നാം എന്ത് ചെയ്യണം? ദൈവനാമത്തിന് മഹത്വം. ആ കാലയളവുകൾ മുതൽ ഇപ്രകാരം വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. അതേ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്തു. വീണ്ടും തിരുവചനത്തോട് ചേർന്ന് നാം പരിശോധിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പിൻ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആകയാൽ യേശുവിന്റെ കാൽവരി മരണത്തിൽ വിശ്വസിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് തന്റെ ആലോചന അനുസരിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവേദനയോടുള്ള ബന്ധത്തിൽ നാം വിശ്വസിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അധികാരം നൽകിയെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എടുത്തു പറയുന്നു. അങ്ങനെ വാക്കുകൊടുത്ത്, അങ്ങനെ ജീവിച്ചോളാമെന്ന് വാക്കുകൊടുത്താൽ മാത്രം പോരാ, വിവാഹ നിശ്ചയം നടക്കണം. ഈ പ്രിയ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നാം പരിശോധിക്കുമ്പോഴും ബ്രദർ പോളും സ്തോത്രം ബിൻസിയും പ്രായമായി വന്നതായ സമയം മുതൽ ഇവർക്കൊരു വിവാഹം നടക്കണമെന്ന ആഗ്രഹത്തിൽ ചുമതലപ്പെട്ടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായി വടാട്ടുപാറയിൽ ഇങ്ങനെ ഒരു പയ്യനുണ്ടായിരുന്നു. അതേ സ്തോത്രം കുളക്കടയിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്നുള്ള അറിവ് കിട്ടിയതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരു വാക്ക് കൊടുത്തു. ആ വാക്കിൻ പ്രകാരമാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടി വരുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. വിവാഹ നിശ്ചയം ഇന്ന ദിവസം ഇവിടെ വെച്ച് നടത്താമെന്ന് തീരുമാനിക്കുവാനിടയാക്കി തീർന്നു. ആ തീരുമാന പ്രകാരം അവർ നമ്മയെല്ലാം ക്ഷണിച്ചതിന് പ്രകാരമാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്നു ചേരുവാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഈ വിവാഹ നിശ്ചയം എന്തിനെയാണ് വെളിപ്പെടുത്തുന്നത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, പരീശന്മാരും ശാസ്ത്രന്മാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞു എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നു. പൗലോസ് ശ്ലീഹ പറയുമ്പോൾ പ്രകാരം പറയുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. അങ്ങനെയെങ്കിൽ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് യേശുവോട് ചേരുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുഴുകൽ ദർശനം അപ്പോസ്തലന്മാരുടെ കൈക്കീഴിൽ, അഭിഷിക്ത ശുശ്രൂഷയുടെ കൈക്കീഴിൽ മുഴുകൽ ദർശനം സ്വീകരിച്ച് യേശുവോട് ചേരുന്നതായ വിശേഷിപ്പിക്കപ്പെട്ടതായ അനുഭവത്തെ വെളിപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയും. വിവാഹ നിശ്ചയം നടക്കുമ്പോൾ ദേശീയ രീതി അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ചിലപ്പോൾ പുരുഷന്റെ ഭാഗത്ത് നിന്ന് സ്ത്രീയുടെ ഭാഗത്തേക്ക്, ഇല്ലായെങ്കിൽ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് പുരുഷന്റെ ഭാഗത്തേക്ക് ദേശീയ രീതി അനുസരിച്ച് ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്താറുണ്ട്. ഇന്ന് നമ്മുടെ ഭാരത ഗവൺമെന്റ് ദൈവത്തിന് സ്തോത്രം അതിലൊക്കെ വളരെ എതിരായി തീർന്നിരിക്കുന്നു. കാരണം അതിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലവിധത്തിലുള്ള സംഭവ വികാസങ്ങൾ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതിനെ എതിരായി തീർന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും രഹസ്യമായി ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇവര് എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത്, കൊടുക്കാനോ വാങ്ങാനോ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, അറിയാനുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കുന്നതില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് ചെയ്തുകൊള്ളട്ടെ, അതിന് നമ്മൾ തടസ്സവുമില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവിക ആലോചനയുടെ പൂർത്തീകരണമായിരിക്കുന്ന മുഴുവൻ ജലസ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ ആ നാളിൽ നിന്നെ എന്റെ സന്നിധിയിൽ ചേർത്തുകൊള്ളാം എന്നുള്ളതിന് ഉറപ്പായിട്ട് എഫേസ്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവെന്ന അച്ചാരം ദാനമായി നൽകുന്നതായി കാണുവാൻ കഴിയും. പെന്തക്കോസ്ത് നാളിൽ കാത്തിരുന്ന, സിറിയന്മാരിൽ കാത്തിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നതായ സന്ദർഭത്തിൽ ദേശവാസികളായിരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി വരുവാനിടയാക്കി തീർന്നു. കൂടി വന്നപ്പോൾ ഒരു കൂട്ടരെ പല വിധത്തിൽ പറഞ്ഞ് വ്യാഖ്യാനിക്കുവാനിടയായി തീർന്നു, പരിഹസിക്കുവാനും മറ്റു രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുവാനിടയായി തീർന്നെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഒരു ഗ്രൂപ്പ് ഇപ്രകാരം ചോദിച്ചു, ഇത് പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, പത്രോസ് ശ്ലീഹ 120 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായിരിക്കുന്ന ഇവർക്കുമുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈശോ മിശിഹാ വെളിപ്പെടുന്ന സുദിനത്തിൽ തന്നോടുകൂടെ ചേർത്തുകൊള്ളപ്പെടാം എന്നുള്ളതിന്റെ ഉറപ്പായിട്ട് മണവാളനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭാഗത്തു നിന്ന്, അഥവാ ദൈവഭാഗത്തു നിന്ന് അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാഭിഷേകം ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന
എല്ലാവരും പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ആ പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷ അടയാളത്തോടെ പ്രാപിച്ച് അപ്പസ്തോലിക ഉപദേശ സത്യത്തിനനുസരിച്ച് മാതൃകാപരമായ ഒരു ജീവിതം നയിച്ച് വേഗം വരുന്ന കുഞ്ഞാടാകുന്ന കർത്താവായ യേശുവിനെ എതിരേൽക്കുവാൻ എല്ലാവരും ഒരുങ്ങണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവനാമത്തിന്റെ മഹത്വം. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ആദ്യം ഉറപ്പിച്ചതുപോലെ കുറിക്കപ്പെട്ട സമയത്ത് തന്നെ ദൈവത്താൽ നടത്തപ്പെടുവാനും ദൈവത്താൽ അവർ കൂട്ടിയോജിപ്പിക്കപ്പെട്ട് കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി കാണപ്പെടുവാൻ, ഇരു കുടുംബങ്ങളുടെയും ബന്ധം കർത്താവിനാൽ അനുഗ്രഹിക്കുന്ന അനുഭവത്തിൽ കാണപ്പെടുവാൻ സർവശക്തനായ ദൈവം തന്നെ ഇടയാക്കി ചുരുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ അനുഗമിച്ചിടും, അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും. ദൈവ എത്ര നല്ലവൻ മതിയായവൻ, എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്താവേ. എന്റെ ആവശ്യമേ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യമേ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും, അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും. ദൈവം സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമക്കൾ എല്ലാവരും ചേർന്ന് വീണ്ടും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നന്ദിയോട് വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഇതുവരെയും സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദൈവ സാന്നിധ്യത്തിൽ മറവിൽ നിന്നുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള വിഷയങ്ങൾ തന്റെ സാന്നിധ്യത്തിൽ മറവിൽ നിന്നുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർത്തല്ലോ. ദൈവം സഹായിച്ചതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആരാലും കഴിയുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചതായ വിഷയങ്ങൾ രേഖപ്പെടുത്തിയതായ കുറി ചുമതലപ്പെട്ടവർക്ക് കൈമാറുവാൻ ഇടയാക്കി തീർത്തല്ലോ. സർവശക്തനായ ദൈവം തന്നെ ആ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പോലെ അതേ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് അനുഗ്രഹമായി നടക്കുവാൻ ഇടയാക്കി തീർക്കുകയാണ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ടതായ ഒരു നിമിഷം എഴുതിയാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇരു കുടുംബങ്ങളുടെയും ബന്ധം എത്രയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുവാൻ സർവശക്തനായ ദൈവം തന്നെ സഹായിക്കുന്നതിനായി തുടർന്നും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും ആത്മമണവാളനായിരിക്കുന്ന കർത്താവ് താൻ വെളിപ്പെടുമ്പോൾ തന്നോടുകൂടെ ചേർത്ത് കൊള്ളപ്പെടുവാൻ ഗുണം പ്രാപ്തരായി തീരേണ്ടത്. പാപത്തെ പറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മൊഴികളിൽ ജലസ്നാനം യേശുവോട് ചേരുവാനായിട്ടുള്ളത് സ്വീകരിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അഭിഷിക്ത ശുശ്രൂഷയുടെ കൈക്കീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു മൊഴികൾ ജലസ്നാനം സ്വീകരിച്ച് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ആത്മ മണവാളനായിരിക്കുന്ന ഈശോ തമ്പുരാൻ വെളിപ്പെടുമ്പോൾ തന്നോടുകൂടെ ചേർത്ത് കൊള്ളപ്പെടുവാൻ തക്കവണ്ണം ഒരുങ്ങി കാത്തിരിക്കുവാൻ ഏവർക്കും ദൈവം ഇടയാക്കിയിട്ടുള്ളതിനായി ഒരു നിമിഷം വേണ്ടി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഞാനോ ലോകപ്രസ്ഥാനത്തോടെ എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കാം.
ഞാൻ നിങ്ങളെ ഒരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ കരത്തിൽ എല്ലാവരും തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും അല്പസമയം എന്നോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തുടർന്ന് നടക്കേണ്ട വിരുന്നുശാലയും ഒരു അനുഗ്രഹമായി നടക്കത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ അനുകൂലമാക്കി തന്ന് പ്രവർത്തിക്കുന്നതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. ദൈവ തിരുനാമത്തെ നമ്മൾ കൂടെ മഹത്വപ്പെടുത്തുന്നതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രാർത്ഥന. സ്നേഹസമ്പൂർണ്ണനും കരുണാസമ്പന്നമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ഭൂമിയിൽ അവിടുത്തെ പരിശുദ്ധനാമത്തെ ഉയർത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ തുകണം. ഇങ്ങനെ നല്ലൊരു അവസരം ഒരുക്കി തന്ന അവിടുത്തെ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ദൈവമേ അവിടുന്ന് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങളുടെ ബ്രദർ ഫോൾട്ടി ഡോസിൻ്റെയും സിസ്റ്റർ ബിൻസി ശോഭ ബിജുവിൻ്റെയും വിവാഹ നിശ്ചയ ശുശ്രൂഷ നടക്കുവാൻ നമ്മുടെ ദൈവാനുഗ്രഹമാക്കി നടത്തിയ കൃപകളെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ, അവിടെ ജനം മുതൽ ഇതുവരെയും അവിടുത്തെ കൃപയാൽ ദൈവം നടത്തി ആത്മീയവും ഭൗമികമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തു. കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ അവിടെ യുവന പ്രായത്തിൽ തന്നെ ദൈവത്തെ അറിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ, വിശ്വാസനായി സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ, വിശുദ്ധ കൂട്ടായ്മയെ ദൈവത്തെ ആരാധിക്കുവാനൊക്കെയും അവിടുന്ന് കൃപ കൊടുത്തല്ലോ. ദൈവം കൊടുത്ത എല്ലാ ആത്മീയവും ഭൗമികമായ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ കൂടെ കർത്താവെ തക്ക സമയത്ത് കർത്താവിൻ്റെ വിവാഹം അനുഗ്രഹമായി തീരുവാനടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിശ്ചയിക്കപ്പെടായ സമയത്ത് നിശ്ചയിക്കപ്പെടായ സ്ഥലത്ത് കർത്താവെ അവിടുത്തെ വലിയ ശുശ്രൂഷകരാൽ അനുഗ്രഹിക്കപ്പെടായ ശുശ്രൂഷ നടക്കുവാൻ തക്കണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസം 29 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കർത്താവെ ആ വിവാഹ ശുശ്രൂഷ അനുഗ്രഹത്തോടെ നടത്തുവാൻ തക്കണം. സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ ദൂതന്മാരുമായിട്ട് അവിടുന്ന് ഇറങ്ങി വന്ന ആ ശുശ്രൂഷ അനുഗ്രഹമാക്കി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന വിവാഹാനന്തരം കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം എല്ലാം ദൈവത്താൽ അനുഗ്രഹമായി തീരട്ടെ. ദൈവകൃപയിൽ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൃപയാൽ വേഗം വരുന്നതിനായ കർത്താവായ യേശുവിൻ്റെ ഒരു മണവാട്ടിയായി തീരുവാൻ തക്കണം ഞങ്ങളെ ഓരോരുത്തരെയും അതിനായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഇന്ന് ഇവിടെ അവിടുന്ന് തന്നായ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഓരോരുത്തരും അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ തക്കണം. ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ, ജലസ്നാനത്തിലൂടെ ക്രിസ്തുവിനെ ധരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ദൈവമേ അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ തക്കണം സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഇവിടെ സന്നിധിക്കുന്ന എല്ലാവരും അവിടുത്തെ രാജ്യത്തിന് യോഗ്യരായി തീരുവാൻ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇനിയുള്ളായ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ച് നടത്തി അടുത്തിരുന്നാമത്തെ എല്ലാവിധത്തിലും മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പുത്രനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പരിശുദ്ധാത്മാവിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സകല വിശുദ്ധന്മാരോടും നാം ഓരോരുത്തരോടും നാം ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചതായ വിഷയത്തിന്മേലും ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവിന്റെ വീണ്ടും വരെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hide me now under your wings. Cover me within your mighty arms. When the oceans rise and thunders roar, I will soar with you above.
and I will be still, know you are God. My way, I will trust you. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul,
reasons for my heart to find. So bless the Lord, oh my soul, oh my soul, worship His holy name. Sing like never before, oh my soul, I worship Your holy name. And on that day when my strength is failing, the end draws near and my time has come, still my soul will sing Your praise unending. 10,000 years and then forevermore, forevermore. Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like never before, oh my soul, I worship Your holy name. Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like never before, oh my soul, I worship Your holy name. Yes, I will worship Your holy name. Lord, I worship Your holy name. Yeah, yeah. Ooh, ooh, ooh. Can you feel tonight? My love so weak. Tonight I can't breathe. I never let you go. My world is also cold. Since forever, you're my girl.
rejoice, all the earth rejoice. He wraps himself in light, and darkness tries to hide, and trembles at his voice, trembles at his voice. How great